നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. BDJSന്റെ തൃശൂർ ജില്ലാ നേതൃസംഗമം നാട്ടികയിൽ നടന്നു. പ്രണവ് പി മാനങ്ങത്തിന് ആദരവ് നൽകി വിവിധ സംഘടനകൾ. വെൽഫെയർ പാർട്ടി കേരള പദയാത്രയുടെ നാട്ടിക മണ്ഡലം പദയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. BDJSന്റെ തൃശൂർ ജില്ലാ നേതൃസംഗമം നാട്ടികയിൽ നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സംഗമം BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഓർമ്മ കാണും. നമ്മുടെ BDJSന്റെയും BJPയുടെയും ഇടയെടുപ്പം കൂടുതൽ ഉണ്ടാക്കുവാൻ വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാനും അദ്ദേഹവുമായുള്ള മീറ്റിങ്ങുകൾ നമ്മൾ വന്ന നിയോജകമണ്ഡലങ്ങളിൽ ഒക്കെ ചെയ്യുകയും അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയുണ്ടായി. അതിനുശേഷം സുരേന്ദ്രജി അധികാരത്തിൽ വന്ന ശേഷം നമുക്കറിയാൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷനും എല്ലാം വളരെ ശക്തമായി നമ്മുടെ ഇന്ത്യ എന്ന സംവിധാനം കുറെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ജയിക്കുവാൻ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അതുപോലെ അങ്ങനെ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് അടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ജയിക്കുന്നതിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥികൾ എത്തുകയും. യോഗത്തിൽ BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാലക്കുടി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ സന്ദീപ് പാപ്പയിൽ, R സംഗീത വിശ്വനാഥ്, സംസ്ഥാന നേതാക്കളായ PK സന്തോഷ്, ശ്രീലാൽ, ദിനിൻ മാധവ്, ജില്ലാ സെക്രട്ടറിമാരായ ഗംഗാധരൻ, പ്രസന്നൻ, ഷിനി ശൈലജൻ, രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CPI താനിം തെക്ക് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ ചേരുന്നത്. രാജ്യം യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയും അതിർത്തികൾ കനൽ കത്തുന്ന വിധം അശാന്തമാവുകയും ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഇന്ത്യയുടെ മുമ്പിലുണ്ട്. ഭരണകൂടത്തിന്റെ ചെയ്തികളോട് പല വിധത്തിൽ പ്രത്യേകിച്ച് ഏറ്റുമുട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും രാജ്യം അതിൻ്റെ ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനോട് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ 142 കോടിയോളം വരുന്ന ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ എന്നത് നമ്മുടെ വികാരമാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മാത്രമല്ല, അതുവരെ ഇന്ത്യ എന്ന രാജ്യത്തെ അടിമത്തത്തിന്റെ മുഖം പേറി വണ്ടി വലിക്കുന്ന കാളകളെ പോലെ ആക്രമിച്ചു പൗരാവകാശങ്ങൾ പോലും നിഷേധിച്ചിരുന്ന ഭരണകൂടങ്ങളുടെ അവസാനം എന്ന നിലയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയും പോരാടി ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ജാട്ടു പതാക വലിച്ചു താഴെ ഇറക്കി കടല് കടത്തി അവന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യിക്കാൻ
സ്വാതന്ത്ര്യത്തിന്റെ സമരഭൂമിയിൽ ഇന്ത്യയിലെ മനുഷ്യനൊഴുക്കിയ ചോര ചെറുതായിരുന്നില്ല. CPI താനും തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം ഷീന പറയങ്ങാട്ടിൽ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, KM കിഷോർ കുമാർ, CPI താനും വടക്ക് ലോക്കൽ സെക്രട്ടറി PK ശ്രീജി, താനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു. ബഹുജന റാലിക്ക് MP സുരേഷ്, AK അനിൽകുമാർ, KC ബൈജു, സീന അനിൽകുമാർ, ഷീല ബൈജു, ബാബു വിജയകുമാർ, KB സോമലാൽ, പ്രേമലത കുമാരൻ, ഷീജ സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ 27ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം അരങ്ങ് 2025 തളിക്കുളം, അന്തിക്കാട്, മുല്ലശ്ശേരി ബ്ലോക്കുകളുടെ ക്ലസ്റ്റർ തല കലോത്സവം വാടാനപ്പള്ളി കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങളുടെ ഭാഗമായി 350-ലധികം മത്സരാർത്ഥികളാണ് 40 ഇനങ്ങളിലായി ജൂനിയർ, സീനിയർ തലത്തിൽ മത്സരിച്ചത്. കലോത്സവത്തിൽ 151 പോയിന്റ് നേടി വാടാനപ്പള്ളി CDS വിജയികളായി. 107 പോയിന്റ് നേടി തളിക്കുളം CDS 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. സമാപന സമ്മേളനം മണലൂർ നിയോജക മണ്ഡലം MLA മുരളി പെരുന്നലി ഉദ്ഘാടനം ചെയ്തു. ധാരാളം മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കുന്നവരാണ് അവർ സഹോദരികൾ. അതുകൊണ്ട് തന്നെ അവരെ മാനസിക സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് അവരാരോഗ്യ രംഗത്ത് ഒരു വ്യക്തിഗത മാനസിക ആരോഗ്യം അവരിൽ പരിപോഷിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അരങ്ങ് എന്ന് പറയുന്ന ഈ പരിപാടി ഇന്ന് നമുക്ക് കാണാം. കുടുംബശ്രീ അംഗങ്ങളുടെയും അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പല പല പരിപാടികൾ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന വിവിധ പ്രയാസങ്ങളിൽ പെട്ടുകൊള്ളുന്നവർക്ക് അല്പം ഒരു മാനസിക സന്തോഷം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ആ മാനസിക സന്തോഷം അവരിൽ ഉണ്ടാക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അരങ്ങ് എന്ന പരിപാടി കഴിഞ്ഞ വർഷവും കൊണ്ട് സംഘടിപ്പിച്ചിരുന്നു. ഇതാണ് അരങ്ങ് 2025 എന്ന പേരിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതൊരു കുടുംബശ്രീ സൗജന്യമായിട്ടുള്ള സർഗോത്സവമാണ്. ഈ സർഗോത്സവം ജീവസിദ്ധ ഒരു പരിപാടിയാണെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ജില്ലയിലെ ഒട്ടുമിക്ക ബ്ലോക്കുകളിലും ഇതുപോലെ 6-7 ഗ്രൂപ്പുകളായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് AS, KK പ്രസാദ്, വിവിധ CDS ചെയർപേഴ്സൺമാർ എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ ചാഴൂർ പഞ്ചായത്ത് കുടുംബസംഗമവും വാർഷിക സമ്മേളനവും ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AV ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ സന്നിഹിതരായിട്ടുള്ള ഒട്ടുമിക്ക പ്രധാനികളും എൻ്റെ വളരെയധികം അടുപ്പുള്ള ആൾക്കാരാണ്. അതുകൂടാതെ എൻ്റെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ ഇന്നും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എനിക്ക് ഒരു കുടുംബ സംഗമത്തിൽ വന്ന് സമ്മേളിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. ഓരോ കുടുംബങ്ങളും ഒരുമിച്ച് നിന്ന് ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഒരു സമുദായത്തിന് ഉയർച്ചുണ്ടാക്കുന്ന അടിസ്ഥാനം വരുന്നത്. അപ്രകാരം ഇതൊരു നല്ലൊരു കൂടുതൽ ആൾക്കാരുടെ സഹകരണത്തോടു കൂടി ഒരു നല്ല സംരംഭം ഇത് വളരെയധികം വിജയിച്ചു.
പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശോഭന വിജയൻ മുഖ്യാതിഥിയായിരുന്നു. പ്രവർത്തന റിപ്പോർട്ട് കെ സുബ്രഹ്മണ്യൻ അവതരിപ്പിച്ചു. ചിയാരം ശിവാലി യോഗ ആൻഡ് നാച്ചുറോപ്പതി സെന്റർ പ്രസന്ന വേണുഗോപാൽ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. നന്ദനൻ ഇഞ്ചമുടി, 12ാം വാർഡ് മെമ്പർ വി പുഷ്പ, എൻ രാമചന്ദ്രൻ, എൻ മണികണ്ഠൻ, സെക്രട്ടറി ലിഖിത്, ഗജാൻജി ശക്തിധരൻ, വി ഉണ്ണിരാജൻ എന്നിവർ സംസാരിച്ചു. അവാർഡ് സമർപ്പണവും ആദരവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നൽകി. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി പ്രണവ് പി മാനങ്ങത്തിനെ BJP മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ആദരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീഡിയോ കോളിലൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ചടങ്ങിൽ BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, ട്രഷറർ ധിവിൻ ദാസ് പി, BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി IK മുകുന്ദൻ, വൈസ് പ്രസിഡന്റുമാരായ ഹിബിൻ ചാളിപ്പാട്ട്, കെ സുരേഷ്, സെക്രട്ടറി NS നിഷാഖ്, മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ TS കുമാരൻ, ലിനി ലതീഷ്, TS ഋഷിൽ, KG ലീന, പ്രേംലാൽ എന്നിവർ പങ്കെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രണവ് പി മാനങ്ങത്തിനെ CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. ലോക്കൽ സെക്രട്ടറി CB സുനിൽകുമാർ പൊന്നാട അണിയിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി അനിത് കുമാർ മെമന്റോ നൽകി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ, ജുബുമോൻ, സജീഷ് വാലപ്പറമ്പിൽ, സുദർശനൻ, തൃത്തലൂർ ബ്രാഞ്ച് സെക്രട്ടറി IR നന്ദകുമാർ, IM രവീന്ദ്രൻ, സുനിൽ തൃപ്പൂണത്ത് എന്നിവർ പങ്കെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തൃത്തല്ലൂർ സ്വദേശി മാനങ്ങത്ത് പ്രണവിനെ മാനങ്ങത്ത് കുടുംബക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ആദരിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ആദരവ് ചടങ്ങിൽ മാനങ്ങത്ത് കുടുംബക്ഷേത്രം ട്രസ്റ്റ്, മാനങ്ങത്ത് തറവാട്ടിലെ കുടുംബാംഗങ്ങൾ, മാതൃസംഗമം എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ക്ഷേത്രത്തിനു വേണ്ടി ക്ഷേത്രം ശാന്തി സരൽകുമാർ പൊന്നാട അണിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഭരതൻ, മാതൃസംഗമം പ്രസിഡന്റ് ഗീതാ മോഹനൻ, പ്രദീപ് കുമാർ, ബിന്ദു പ്രദീപ് കുമാർ എന്നിവർ പൊന്നാടയും മൊമെന്റോയും നൽകി പ്രണവിനെ ആദരിച്ചു. ഹരിലാൽ, ബിന്ദു പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ് എക്സാമിനേഷന് ആദ്യത്തെ വ്യക്തിയാണ്. ഞാനും ഒരു മാനങ്ങൻ എന്നുള്ള ആൾക്ക് അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്. അദ്ദേഹം പല വിധത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാം. മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് എല്ലാവർക്കും കൂടിയിട്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശേഷിക്കുന്ന അതിന് സമയം നാട്ടിലെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനും ഒക്കെ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും. പ്രാവശ്യത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 800 നേടിയ കാൻഡിഡേറ്റാണ്. ഇന്നിവിടെ മാനങ്ങത്ത് തറവാട്ടിൽ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടും ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടും മാതൃസംഗമത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു നേട്ടം നേടിയതിന് എന്നെ അനുമോദിക്കാനായിട്ട് ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇത്ര വലിയൊരു അംഗീകാരം ലഭിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ളതാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Manappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. വെറുപ്പിന്റെ രാഷ്ട്രീയം ഇന്ത്യയിലും കേരളത്തിലും ആധിപത്യം നേടാൻ നടത്തുന്ന ശ്രമങ്ങളെ സാഹോദര്യ രാഷ്ട്രീയമെന്ന മൂല്യത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ മുഴുവൻ ജനതയും മുന്നോട്ട് വരണമെന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. കേരള പദയാത്രയുടെ നാട്ടിക മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിക സെന്ററിൽ നിന്നും ആരംഭിച്ച് പദയാത്ര വലപ്പാട് സെന്ററിൽ സമാപിച്ചു. പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട്, നാട്ടിക മണ്ഡലം സെക്രട്ടറി നസീഹ് എടശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം തിരുവനാടകം വേദിയിൽ അരങ്ങേറി. നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ റഹീം നാട്ടിക, ബഷീർ സെൻ, ഷിയാദ് മജീദ്, അനീസ് അഹമ്മദ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. മേൽ മാത്രം നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണമല്ല, നമ്മുടെ രാജ്യത്തിന് മേൽ നടത്തിയിട്ടുള്ള ഗുരുതരമായ ഒരു ആക്രമണം. രാജ്യത്തിന് നേരെ നടക്കുന്ന ഒരു ഭീകരാക്രമണം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പിന്തുണയോടെ അതിൻ്റെ ആവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗൗരവപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന് കാര്യത്തിൽ തർക്കമില്ല. ഇത്തരമൊരു ആക്രമണം കാശ്മീരിലുണ്ടാകുമ്പോൾ വിദേശത്ത് സന്ദർശനം നടത്തിയിരുന്നത് വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി എന്ന നാട്ടിലേക്ക് മടങ്ങി വന്നു. ഒരുപാട് ആലോചനകൾ നടക്കുന്നു. ഒരുപാട് തീരുമാനങ്ങൾ ഗൗരവമായി എടുത്ത് പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നതടക്കമുള്ള തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിരവധി തവണ ആവർത്തിച്ച് BJP ഭരണനിർവഹണം നടക്കുന്ന നമ്മുടെ രാജ്യത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്നത് അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ച് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു. ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും എന്തുകൊണ്ടെങ്കിലും ഇത് ആവർത്തിച്ചു സംഭവിക്കുന്നു എന്ന അഭിപ്രായ പറയാനോ നമുക്കിടയിൽ അങ്ങനെ ആരും ഉണ്ടാവുന്നില്ല എന്നതാണ് ഖേദകരമായ സംഗതി.
എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തിന്റെയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും ഭാഗമായി കരയാമുട്ടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും വിവിധ താളവാദ്യമേളങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്ര നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എടമുട്ടം സെന്റർ വഴി SNS സമാജം ശ്രീ ഭദ്രാചല ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ക്ഷേത്രം മേൽശാന്തി ചെമ്മാലിൽ സന്ദീപ് ശാന്തി സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപ പ്രകാശനം നടത്തി. വിഗ്രഹപ്രതിഷ്ഠ ചെമ്മാലിൽ ബിജു ശാന്തി നിർവഹിച്ചു. കൊല്ലാടിക്കൽ രാമചന്ദ്രൻ മാസ്റ്റർ ഭാര്യ വത്സല ടീച്ചർ ഗ്രന്ഥസമർപ്പണം നിർവഹിച്ചു. പ്രദീപ് അരയംപറമ്പിൽ ചൂലൂർ പറനിറക്കൽ നിർവഹിച്ചു. ക്ഷേത്രം ജോത്സ്യൻ മധുശക്തിധര പണിക്കർ ഭാര്യ പ്രിയ മധുശക്തിധര പണിക്കർ തെക്കേടത്ത് കളരിക്കൽ കലവറ നിറക്കൽ നിർവഹിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ തിരുവിഴ പുരുഷോത്തമൻ നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ അരിയംപറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, പ്രദീപ് തോട്ടുപുര, ഷാജഹാൻ കാരയിൽ തെക്കോട്ട്, സുമേഷ് എരണേഴത്ത്, സപ്താഹ കമ്മിറ്റി ചെയർമാൻ ജിതൻ ചോലയിൽ, കൺവീനർ ധർമ്മദേവൻ പാണപ്പറമ്പിൽ, ശാഖാഭാരവാഹികൾ, ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് അന്നദാനം ഉണ്ടായിരുന്നു. മെയ് 3 മുതൽ 10 പ്രതിഷ്ഠാദിന മഹോത്സവത്തോടുകൂടി സപ്താഹത്തിന് സമാപനമാകും. പരം ബ്രഹ്മതസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തേ നമഃ. അജ്ഞാനതിമിരാം ദസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുണ്മേലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ഗദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും നമാമി. ഓം ഗം ഗുരുഭ്യോ നമഃ. ആലപ്പാട് കുണ്ടോളി ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും കളമെഴുത്തുപാട്ടും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകങ്ങൾ, കരിങ്കുട്ടി സ്വാമിക്ക് കളം, വീരഭദ്രസ്വാമിക്ക് കളം എന്നിവയും നടന്നു. തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. വൈകിട്ട് നാഗക്കളം, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, എഴുന്നള്ളിപ്പ്, ദേവിക്ക് കളമെഴുത്തുപാട്ട്, ഗുരുതി എന്നിവയുടെ പ്രതിഷ്ഠാദിനാഘോഷവും കളമെഴുത്തുപാട്ടിനും സമാപനം കുറിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി കുണ്ടുവള്ളി, സെക്രട്ടറി ഗോപു കുണ്ടുവള്ളി എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. സുധീർ മാങ്കുഴി പുറനാട്ടുകര ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ KT മാധവൻ നമ്പൂതിരി അധ്യക്ഷനായി. അച്യുതാനന്ദൻ, ഉണ്ണികൃഷ്ണൻ താമരപ്പള്ളി, സത്യദേവൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മഹാലക്ഷ്മി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച ഭരതനാട്യവും അരങ്ങേറി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
അത് തേഞ്ഞ് 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 വെള്ളാരം കല്ലായി മാറും. നല്ല ഭംഗിയുള്ള കല്ലായിട്ട് മാറും. ഉരുണ്ട് 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 നല്ല വെളിച്ചമുണ്ടാവും. ഇതേപോലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ സത്യത്തെയും ധർമ്മത്തെയും മനസ്സിലാക്കിയെടുക്കുന്നത്. ചെറുപ്പത്തിലെ മനസ്സിലാക്കാൻ ക്ഷേത്ര ദർശനം ആവശ്യമാണ്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്പലത്തിൽ വന്ന് പഠിക്കണം. വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും എന്ത് വേണമെന്നറിയോ? മക്കളെ അമ്പലത്തിൽ പോകണം, അല്ലാണ്ട് ഭക്ഷണം കിട്ടില്ല. അതിന് എന്താ വേണ്ടതെന്ന് അറിയോ? കുട്ടീനെ ഓടിക്കുകയല്ല വേണ്ടത്, സപരിവാരമാണ് അമ്പലത്തിൽ വന്ന് തൊഴേണ്ടത്. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗളദിനോപഹാരം പദ്ധതിയിലേക്ക് ധനസഹായം നൽകി. വലപ്പാട് അറയ്ക്കൽ നെല്ലിശ്ശേരി സെബി ജോർജിന്റെയും റിനി സെബിയുടെയും മക്കളായ ഐറിന്റെയും ഖദറിന്റെയും ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന് മംഗളദിനോപഹാരം നൽകി. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉപഹാരം ഏറ്റുവാങ്ങി. ആക്ട്സ് ഭാരവാഹികളായ സെക്രട്ടറി സന്തോഷ് മാടക്കായി, വൈസ് പ്രസിഡന്റുമാരായ UP കൃഷ്ണനുണ്ണി, വിനോദ് നെടുവന്തേരി, ജോയിന്റ് സെക്രട്ടറിമാരായ പ്രേമലാൽ വലപ്പാട്, അഭയ് തൃപ്രയാർ, സജീഷ് MS, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡിൽഷ NB, പൊന്നൻ തൃപ്രയാർ എന്നിവർ പങ്കെടുത്തു. നാട്ടിക 9ാം വാർഡിലെ മുതിർന്ന അംഗമായ കുരുടിയാറ വീട്ടിൽ പ്രേമയെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആദരിച്ചു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിന് സമീപം താമസിക്കുന്ന കുരുടിയാറ വീട്ടിൽ പ്രേമയെ NES ചെയർമാൻ ശിവൻ കണ്ണൂളി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വത്സൻ, ശ്രീധരൻ നായർ, ഇന്ദിര ഉണ്ണി, ഉഷ സുധീർ, മുകേഷ് കുരുടിയാറ, രാജു എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് റാമി ചേച്ചിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നമ്മുടെ ഈ ഭാഗത്ത് വളരെ സീനിയറായ ഒരു മെമ്പർ കൂടിയാണ് റാമി ചേച്ചി. ഞാൻ കുറച്ച് നാളായുള്ളൂ പരിചയപ്പെട്ടിട്ട്. പക്ഷേ സീനിയോറിറ്റിയൊന്നും ആൾക്ക് ബാധകമല്ലെന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഇവിടെ ഇറങ്ങി നടന്ന് എല്ലാവരുമായും നല്ല സൗഹൃദം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MK ബാബു നിര്യാതനായി. നിലവിൽ 8ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തളിക്കുളം CPM ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് MK ബാബു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BDJSന്റെ തൃശൂർ ജില്ലാ നേതൃസംഗമം നാട്ടികയിൽ നടന്നു. പ്രണവ് P മാനങ്ങത്തിന് ആദരവ് നൽകി വിവിധ സംഘടനകൾ. വെൽഫെയർ പാർട്ടി കേരള പദയാത്രയുടെ നാട്ടിക മണ്ഡലം പദയാത്ര നടന്നു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.